ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു പരീക്ഷണ ഫലം ദ ഡിലേഡ് ചോയ്സ് ക്വാണ്ടം എറൈസർ എക്സ്പെരിമെന്റ്. യാഥാർത്ഥ്യം അഥവാ റിയാലിറ്റി എന്നതിൻ്റെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ തന്നെ മാറ്റിമറിച്ച ഒരു പരീക്ഷണ ഫലം. നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴും ഒബ്സർവ് ചെയ്യാത്തപ്പോഴും ഈ ലോകം പെരുമാറുന്നത് രണ്ട് തരത്തിലാണോ? ഭൂതകാലത്തെ തിരുത്തി കുറിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇത്തരം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉന്നയിപ്പിക്കുന്ന ഒരു പരീക്ഷണം. കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിനെ പറ്റിയും ഇന്റർഫറൻസ് പാറ്റേണിനെ പറ്റിയും നമ്മൾ കണ്ടു. പ്രകാശത്തിന്റെ വേവ് തിയറി ഉപയോഗിച്ച് ഇന്റർഫറൻസ് പാറ്റേൺ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി കാണുക. തുടർന്നുള്ള വീഡിയോ മനസ്സിലാക്കാനായിട്ട് അത് സഹായകരമായിരിക്കും. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടു പ്രകാശത്തിന്റെ കോർപ്പസ്കുലർ തിയറി, അതായത് പ്രകാശം കണികകളാണെന്നുള്ള സിദ്ധാന്തം ഉപയോഗിച്ച് ഇന്റർഫറൻസ് പാറ്റേൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. വേവ് തിയറിക്ക് മാത്രമേ ഇന്റർഫറൻസ് പാറ്റേൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിന്, കണികകൾക്ക് ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാക്കാൻ സാധിക്കില്ല. തരംഗങ്ങൾക്ക് മാത്രമേ ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ശാസ്ത്രജ്ഞന്മാർ ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് പിന്നെയും തുടർന്നുകൊണ്ടേയിരുന്നു. അവർ ഇലക്ട്രോൺസ് ഉപയോഗിച്ച് ഈ ഒരു പരീക്ഷണം നടത്താമെന്ന് തീരുമാനിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ആറ്റംസിനകത്ത് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന കണികകളാണ്. അപ്പോൾ കണികകൾ ഉപയോഗിച്ച് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ചെയ്താൽ നമ്മൾ ഇന്റർഫറൻസ് പാറ്റേൺ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇലക്ട്രോൺസ് ഉപയോഗിച്ച് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് അവർ ചെയ്യുമ്പോൾ കഴിഞ്ഞ തവണ ഒരു പ്രകാശത്തിന്റെ ഒരു ധാര അല്ലെങ്കിൽ ബീം ഉപയോഗിച്ചതിന് പകരം ഇത്തവണ അവർ ഉപയോഗിക്കുന്നത് ഇലക്ട്രോൺസിന്റെ ഒരു ബീം അല്ലെങ്കിൽ ധാരയാണ്. ഇതിനായി അവർ ഉപയോഗിച്ചത് ഒരു ഇലക്ട്രോൺ ബീം ജനറേറ്ററാണ്. ഇത് ഒരു ഇലക്ട്രോൺ ബീം ജനറേറ്റർ. ഇതിൽ നിന്ന് പുറപ്പെടുന്ന ഇലക്ട്രോൺസിന്റെ ബീം ഇങ്ങനെ ഈ ഫുള്ളായിട്ട് ഈ തടസ്സം ബ്ലോക്ക് ചെയ്യുന്നു. ഈ തടസ്സത്തിൽ രണ്ട് വെർട്ടിക്കൽ സ്ലിറ്റ് ഉണ്ട്. ഈ സ്ലിറ്റ് വഴി കടക്കുന്ന ഇലക്ട്രോൺസ് ഈ സ്ക്രീനിൽ ചെന്ന് എങ്ങനെ പതിക്കും എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇലക്ട്രോൺസ് കണികകളായതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞന്മാർ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത്തവണ രണ്ട് സ്ലിറ്റിന് എതിർവശത്തായിട്ട് രണ്ട് ബാൻഡ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ രണ്ട് ബാൻഡ് ഓഫ് ഇലക്ട്രോൺസിനെയാണ്. എന്നാൽ ഇത്തവണയും അവർക്ക് ഒരു ഇന്റർഫറൻസ് പാറ്റേൺ തന്നെയാണ് കിട്ടിയത്. ഇത് അവർക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കി. എന്നാൽ വളരെ നല്ലൊരു എക്സ്പ്ലനേഷനുമായിട്ട് അവർ വന്നു. അവർ പറഞ്ഞു, ഇലക്ട്രോൺസ് കണികകളാണെങ്കിലും അവ സഞ്ചരിക്കുന്നത് തരംഗ രൂപത്തിലാണ്. അതായത് ഇലക്ട്രോൺസിന് കണിക സ്വഭാവമുണ്ട്, തരംഗ സ്വഭാവമുണ്ട്. ഈ ബീം ഓഫ് ഇലക്ട്രോൺസിലെ ഓരോ ഇലക്ട്രോണും തരംഗ രൂപത്തിലാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ തരംഗ രൂപത്തിൽ സഞ്ചരിക്കുന്ന ഇലക്ട്രോൺസ് തടസ്സത്തിൽ പോയി തട്ടുമ്പോൾ കുറേ ഇലക്ട്രോൺസ് തടസ്സത്തിൽ തട്ടി താഴെ വഴിയെ തിരിച്ചു വരികയും ചെയ്യും. ഈ സ്ലിറ്റിലൂടെ അങ്ങോട്ട് കടക്കുന്ന ഇലക്ട്രോൺസ്, രണ്ട് സ്ലിറ്റ് ഉള്ളതുകൊണ്ട് രണ്ട് സ്ലിറ്റിലൂടെ അങ്ങോട്ട് കടക്കുന്ന ഇലക്ട്രോൺസ് രണ്ട് പുതിയ തരംഗ മുഖങ്ങളായിട്ട് അപ്പുറത്ത് പ്രത്യക്ഷപ്പെടുകയും ക്രിസ് ക്രോസ് ആയിട്ട് ഇന്റർഫിയർ ചെയ്യുകയും അങ്ങനെ ഇലക്ട്രോൺസ് ഉള്ളൊരു സ്ഥലം, ഇലക്ട്രോൺസ് ഇല്ലാത്തൊരു സ്ഥലമായിട്ട് ഇന്റർഫറൻസ് പാറ്റേൺ സ്ക്രീനിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. വെള്ളത്തിലെ തരംഗങ്ങൾക്ക് സംഭവിച്ച പോലെയും പ്രകാശത്തിലെ തരംഗങ്ങൾക്ക് സംഭവിച്ച പോലെയും തന്നെയാണ് ഇലക്ട്രോൺസിന്റെ തരംഗങ്ങൾക്കും ഇതേ പ്രതിഭാസം ഇന്റർഫറൻസ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകുന്നു. ഈ ഒരു എക്സ്പ്ലനേഷന് വളരെയധികം പ്രചാരം ലഭിച്ചിരുന്നു. പിന്നീട് ഇലക്ട്രോൺസിൽ മാത്രമല്ല മറ്റ് സബാറ്റമിക് പാർട്ടിക്കിൾസ് ആയ പ്രോട്ടോൺസിലും ന്യൂട്രോൺസിലും കൊച്ചു കൊച്ചു ആറ്റങ്ങളിലും മോളിക്യൂൾസിലും വരെ ഇത്തരം തരംഗ സ്വഭാവങ്ങൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു സംശയം തോന്നി. എത്രയൊക്കെ ഇലക്ട്രോൺസിന് തരംഗ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി അവ കണികകൾ തന്നെയാണ്. അതുകൊണ്ട് ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാകണമെങ്കിൽ ഒരു സമയം മിനിമം 2 ഇലക്ട്രോൺസ് എങ്കിലും 2 സ്ലിറ്റ് വഴി പുറത്തോട്ട് പോകണം. അപ്പോൾ ഒരു സമയം ഒരു ഇലക്ട്രോണിനെ മാത്രം നമ്മൾ ഈ ഡബിൾ സ്ലിറ്റിലോട്ട് വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവരടുത്ത പരീക്ഷണത്തിലുള്ള തയ്യാറെടുപ്പുകളായി. ഇതിനെയാണ് സിംഗിൾ പാർട്ടിക്കിൾ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് വിളിക്കുന്നത്. കഴിഞ്ഞ പരീക്ഷണത്തിൽ അവർ യൂസ് ചെയ്ത പോലെ ഒരു ഇലക്ട്രോൺ ബീം ജനറേറ്റർ തന്നെയാണ് എത്ര യൂസ് ചെയ്തത്. അത് ക്രമീകരിച്ചിരിക്കുന്നത് അതിൽ നിന്ന് പുറപ്പെടുന്ന ഇലക്ട്രോൺസ് ഈ തടസ്സത്തിൽ പൂർണ്ണമായി തട്ടി നിൽക്കും, 2 സ്ലിറ്റിൽ ഒരേപോലെ പതിക്കുമെന്നുള്ള രീതിയിലാണ്. ഒറ്റ വ്യത്യാസമുള്ളത്, ഇത്തവണത്തെ ബീം ജനറേറ്റർ ഒരു സമയം ഒരു ഇലക്ട്രോണിനെ മാത്രമേ പുറപ്പെടുവിക്കൂ. അത് പോയി സ്ക്രീനിൽ പതിച്ചതിന് ശേഷമേ അടുത്ത ഇലക്ട്രോൺ ഇവിടെ നിന്ന് പുറപ്പെടൂ. അപ്പം അങ്ങനെ പോകുന്ന ഒരു ഇലക്ട്രോൺ ഒന്നല്ലെങ്കിൽ തടസ്സത്തിൽ തട്ടി തിരിച്ചു വരാം, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സ്ലിറ്റ് വഴി കടന്ന് അപ്പുറത്തെ സ്ക്രീനിൽ ചെന്ന് പതിക്കാം. അങ്ങനെ ഈ ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് നേരം ഓരോ ഇലക്ട്രോൺസ് ആയിട്ട് ഈ ബീം ജനറേറ്ററിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരുന്നു. ഇതിൽ ചില ഇലക്ട്രോൺസ് തടസ്സത്തിൽ തട്ടി തിരിച്ചു വന്നിട്ടുണ്ടാവാം, ചിലത് ഇതിലേതെങ്കിലും ഒരു സ്ലിറ്റ് വഴി കടന്ന് അപ്പുറത്തെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ പതിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഒത്തിരി സമയം കഴിഞ്ഞ് അവർ ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് എടുത്ത് ഡെവലപ്പ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിൽ വീണ്ടും ഇന്റർഫറൻസ് പാറ്റേൺ തന്നെയാണ് അവർക്ക് കിട്ടുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു? ശാസ്ത്രജ്ഞന്മാർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വഴികളില്ലാതെയായി. എങ്ങനെയൊക്കെ നോക്കിയാലും ഒരു ഇലക്ട്രോൺ മാത്രമായിട്ട് ഇവിടുന്ന് പോകുമ്പോൾ അത് ഏതെങ്കിലും ഒരു സ്ലിറ്റിലൂടെ അപ്പുറത്തോട്ട് കടക്കും.
അങ്ങനെ ഒരു സ്ലിറ്റിലൂടെ കടക്കുന്ന ഇലക്ട്രോണിന് അപ്പുറത്തെ സ്ലിറ്റിൽ നിന്ന് ഇലക്ട്രോൺസ് ഒന്നും വരാത്തത് കൊണ്ട് ആ ഇന്റർഫിയർ ചെയ്യാനായിട്ട് വേറൊരു തരംഗമുഖം അപ്പുറത്തില്ല. അങ്ങനെ പോകുന്ന ഒരു ഇലക്ട്രോൺ എങ്ങനെയൊക്കെ നോക്കിയാലും 2 ബാൻഡായിട്ട് ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ഇലക്ട്രോൺസ് പതിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ഇന്റർഫറൻസ് പാറ്റേൺ ഒരു നിലയ്ക്കും കിട്ടാൻ സാധ്യതയില്ല. ഒരു ഇലക്ട്രോൺ സ്ലിറ്റ് വരെ സഞ്ചരിച്ച് സ്ലിറ്റ് എത്താറാകുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് 2 ഇലക്ട്രോണായി 2 സ്ലിറ്റിലൂടെ ഒരേ സമയം കടന്ന് 2 തരംഗമുഖങ്ങളായി ഇന്റർഫിയർ ചെയ്ത് ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാക്കി എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ട്. പക്ഷെ പല ശാസ്ത്രജ്ഞന്മാർക്കും അത് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് സ്ലിറ്റിലൂടെയാണ് ഈ ഇലക്ട്രോൺ കടന്നതെന്ന് കണ്ടുപിടിക്കല് ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ആവശ്യമായി തീർന്നു. അങ്ങനെയാണ് വിച്ച് വേ എക്സ്പെരിമെന്റ് എന്നുള്ള കോൺസെപ്റ്റ് ഉടലെടുക്കുന്നത്. ഇതാണ് വിച്ച് വേ എക്സ്പെരിമെന്റിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഇത് 2D പ്ലാൻ വ്യൂ ആയിട്ട് തന്നെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു ഇലക്ട്രോൺ ബീം ജനറേറ്റർ. ഇതിൽ നിന്ന് പുറപ്പെടുന്ന ഇലക്ട്രോൺസ് ഈ തടസ്സം ബ്ലോക്ക് ചെയ്യുന്നു. ഈ തടസ്സത്തിൽ 2 സ്ലിറ്റ് ഇട്ടിട്ടുണ്ട്. ഈ 2 സ്ലിറ്റിലും പതിക്കാവുന്ന രീതിയിലാണ് ഈ ഇലക്ട്രോൺ ഗണ്ണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു സമയം ഒരു ഇലക്ട്രോൺ വെച്ച് നമ്മൾ വിടുന്നു. അപ്പൊ ഈ ഒരു ഇലക്ട്രോൺ ഒന്നില്ലെങ്കിൽ ഈ തടസ്സത്തിൽ തട്ടി തിരിച്ചു വരാം, അല്ലെങ്കിൽ ഈ സ്ലിറ്റിലൂടെ കടന്നു പോകാം, അല്ലെങ്കിൽ ഈ സ്ലിറ്റിലൂടെ കടന്നു പോകാം. ഈ സ്ലിറ്റിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രോൺസിനെ മുഴുവൻ ഡിറ്റക്ടർ എ സെൻസ് ചെയ്യും. ഈ സ്ലിറ്റിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രോൺസിനെ എല്ലാം ഡിറ്റക്ടർ ബി സെൻസ് ചെയ്യും. ഇനി ഒരു ഇലക്ട്രോൺ വന്നിട്ട് 2ആയി സ്പ്ലിറ്റ് ചെയ്ത് 2 സ്ലിറ്റിൽ കൂടി ഒരേ സമയം കടന്നു പോയോ ഇല്ലയോ എന്നുള്ളത് ഈ ഒരു പരീക്ഷണം വഴി ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്തവണ അവര് 2 സ്ലിറ്റിന്റെ നേരെയും ഡിറ്റക്ടേഴ്സ് വെച്ചിട്ടുള്ളത് കൊണ്ട് ഏത് സ്ലിറ്റ് വഴിയാണ് ഇലക്ട്രോൺ കടന്നുപോയതെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇലക്ട്രോൺ തടസ്സത്തിൽ തട്ടി തിരിച്ചു പോന്നോ, ആദ്യത്തെ സ്ലിറ്റിൽ കൂടെ കടന്നോ, രണ്ടാമത്തെ സ്ലിറ്റിൽ കൂടെ കടന്നോ, അത് 2 സ്ലിറ്റിലൂടെ ഒന്നിച്ചു കടന്നോ എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞന്മാർക്ക് പറ്റും. ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ട് അവർ പരീക്ഷണം കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഇലക്ട്രോൺ ബീം ജനറേറ്ററിൽ നിന്ന് ഓരോരോ ഇലക്ട്രോൺസ് ഫയർ ചെയ്തുകൊണ്ടിരുന്നു. സ്ലിറ്റിലൂടെ കടന്നു പോകുന്നതിനനുസരിച്ച് ഡിറ്റക്ടർ അത് സെൻസ് ചെയ്തുകൊണ്ടുവരുന്നു. ഒത്തിരി നേരം കഴിഞ്ഞ് അവർ റിസൾട്ട് എടുത്ത് നോക്കിയപ്പോൾ ഇത്തവണ ഇന്റർഫറൻസ് പാറ്റേൺ ഇല്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇലക്ട്രോൺസിന് എങ്ങനെയോ മനസ്സിലായി ആരോ തന്നെ വീക്ഷിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവ തരംഗ സ്വഭാവം ഉപേക്ഷിച്ച് പാർട്ടിക്കിൾസ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടാഞ്ഞത്. ഈ ഡിറ്റക്ടേഴ്സ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർഫറൻസ് പാറ്റേൺ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടായിരുന്നു. ഈ ഒരു പരീക്ഷണത്തിലൂടെയാണ് ക്വാണ്ടം മെക്കാനിക്സിലുള്ള കണികകൾ അതല്ലെങ്കിൽ സബാറ്റമിക് കണികകൾ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴും ഒബ്സർവ് ചെയ്യാത്തപ്പോഴും 2 രീതിയിലാണ് പെരുമാറുന്നത് ശാസ്ത്രജ്ഞന്മാർ ആദ്യമായി കണ്ടത്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ടാണ് ഇലക്ട്രോൺസ് അതിന്റെ സ്വഭാവം മാറ്റുന്നത് എന്നുള്ളത് നമ്മളെപ്പോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരും വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. പലരും ഡിറ്റക്ടേഴ്സിനെയാണ് കുറ്റം പറഞ്ഞത്. അതായത് ഒരു ഇലക്ട്രോൺ കടന്നു പോകുന്നത് ഡിറ്റക്ടറിന് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ ഈ ഡിറ്റക്ടറിനും ഇലക്ട്രോണിനെ ഏതെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടാതെ പോയത്. ഇതാണ് പല ശാസ്ത്രജ്ഞന്മാരുടെയും എക്സ്പ്ലനേഷൻ ആയിരുന്നത്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ടല്ല ഇലക്ട്രോൺസ് സ്വഭാവം മാറ്റുന്നതെന്ന് തെളിയിക്കാൻ വേണ്ടി അവർ വേറെ പല പരീക്ഷണങ്ങളെ പറ്റിയും ആലോചിച്ചുകൊണ്ടേയിരുന്നു. ആ ഒരു സമയമായപ്പോഴേക്കും സബാറ്റമിക് പാർട്ടിക്കിൾസായ ഇലക്ട്രോൺസിനും പ്രോട്ടോൺസിനും മാത്രമല്ല പ്രകാശത്തിനും തരംഗ സ്വഭാവവും കണിക സ്വഭാവവും ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിരുന്നു. പ്രകാശം എന്നുള്ളത് ഊർജത്തിന്റെ ചെറിയ പാക്കറ്റ്സ് അഥവാ ക്വാണ്ടംസ് ആയിട്ടാണ് സഞ്ചരിക്കുന്നത് തരംഗ രൂപത്തിലാണ്. ഇതാണ് പ്രകാശത്തിന്റെ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സ് പ്രപ്പോസ് ചെയ്ത മറ്റൊരു കോൺസെപ്റ്റാണ് ക്വാണ്ടം എൻടാങ്കിൾമെന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രകാശ കണിക സ്പോണ്ടേനിയസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഒരു പോസിട്രോണും ഒരു ഇലക്ട്രോണുമായി മാറുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഇങ്ങനെ ഫോം ചെയ്യുന്ന പോസിട്രോണും ഇലക്ട്രോണും ക്വാണ്ടം എൻടാങ്കിൾഡ് പെയർ എന്നാണ് വിളിക്കുന്നത്. ഇത് ഒരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത്തരം ക്വാണ്ടം എൻടാങ്കിൾഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പെയേഴ്സിന്റെ ഒരെണ്ണത്തിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ടല്ല ഇലക്ട്രോൺസ് പാർട്ടിക്കിൾസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതെന്ന് തെളിയിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ഈ ലൈറ്റിന്റെ ഈ ക്വാണ്ടം എൻടാങ്കിൾമെന്റ് എന്ന പ്രതിഭാസം ഉപയോഗിച്ചിട്ട് ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആവർത്തിക്കാൻ തീരുമാനിക്കുകയാണ്. ചില ക്രിസ്റ്റൽസ് ഉണ്ട്. ഒരു ഫോട്ടോൺ ലൈറ്റിന്റെ ഒരു ഫോട്ടോൺ ആ ക്രിസ്റ്റലിലൂടെ കടന്നു പോകുമ്പോൾ പകുതി എനർജി ഉള്ള 2 ഫോട്ടോണായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന ചില ക്രിസ്റ്റൽസ് ഉണ്ട്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന 2 ഫോട്ടോൺസ് ഒരു എൻടാങ്കിൾഡ് പെയർ ആയിരിക്കും. അപ്പോൾ അതിൽ ഒരു ഫോട്ടോണിനെ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഫോട്ടോണിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ പരീക്ഷണം എങ്ങനെയാണ് സെറ്റപ്പ് ആക്കിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇത് ഒരു ലൈറ്റ് ഫോട്ടോൺ സോഴ്സ്. ഇതിൽ നിന്ന് പുറപ്പെടുന്ന ഫോട്ടോൺസ് ലൈറ്റിന്റെ ഫോട്ടോൺസ് ഈ 2 സ്ലിറ്റിലും പതിക്കത്തക്ക രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിലൂടെ വരുന്ന ഫോട്ടോൺസ് ഈ തടസ്സം തടഞ്ഞു നിർത്തും.
അതിൽ ചില ഫോട്ടോൺസ് തടസ്സത്തിൽ തട്ടി തിരിച്ചു പോകും. ബാക്കിയുള്ള ഫോട്ടോൺസിൽ ചിലത് ഈ സ്ലിറ്റിലൂടെ കടന്നു പോകും, ചിലത് ഈ സ്ലിറ്റിലൂടെ കടന്നു പോകും. അപ്പൊ ഇതിനകത്തൊരു കാര്യമുള്ളത്, ഒരു സമയം ഒരു ഫോട്ടോൺ ആണ് അവിടെ നിന്ന് പോവുക. ഒരു ഫോട്ടോൺ പോയി സ്ക്രീനിൽ പതിക്കാനുള്ള സമയം കഴിഞ്ഞതിന് ശേഷമേ അടുത്ത ഫോട്ടോൺ ഇവിടെ നിന്ന് പുറപ്പെടുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടുന്ന ഫോട്ടോൺ ഈ സ്ലിറ്റിലൂടെ കടക്കുകയാണെങ്കിൽ അത് ഈ ക്രിസ്റ്റല് അതിനെ 2 ഫോട്ടോൺ ആക്കി സ്പ്ലിറ്റ് ചെയ്യും. അത് രണ്ടും എൻടാങ്കിൾഡ് പെയർ ആണ്. അതിൽ ഒരു ഫോട്ടോൺ ചെന്ന് ഈ സ്ക്രീനിൽ പതിക്കും, മറ്റേ ഫോട്ടോൺ ഇതുവഴി വന്ന് ഈ മിററിൽ തട്ടി ഈ ഡിറ്റക്ടറിൽ പോയി പതിക്കും. ഇനി ഈ സ്ലിറ്റിലൂടെയാണ് കടക്കുന്നതെങ്കിൽ ഈ ക്രിസ്റ്റൽ അതിനെ 2 ആക്കി സ്പ്ലിറ്റ് ചെയ്യും. അതിൽ ഒരെണ്ണം ഇതുവഴി പോയി സ്ക്രീനിൽ പതിക്കും, മറ്റേത് ഇതുവഴി വന്ന് ഈ മിററിൽ തട്ടി ഈ ഡിറ്റക്ടറിൽ ചെന്ന് പതിക്കും. അപ്പൊ ഇതിന്റെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് പോകുന്ന ഫോട്ടോണും ഇതിൽ നിന്ന് പോകുന്ന ഫോട്ടോണും കൂടെ ഇന്റർഫറൻസ് പാറ്റേൺ ഈ സ്ക്രീനിൽ ഉണ്ടാക്കുകയും അതിന്റെ എൻടാങ്കിൾഡ് പെയർ ഇതിൽ നിന്ന് വന്ന് ഈ ഡിറ്റക്ടറിലോ ഇതിൽ നിന്ന് വന്ന് ഈ ഡിറ്റക്ടറിലോ കയറുന്നത് വഴി ഏത് സ്ലിറ്റിലൂടെയാണ് ഫോട്ടോൺ കടന്നു പോയെന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്യും. എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഒക്കെ റെഡിയായി അവർ ഓരോ ഫോട്ടോൺസ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് നേരം വിട്ടുകൊണ്ടിരുന്നു. അതിൽ ചിലത് ഈ തടസ്സത്തിൽ ചെന്ന് തട്ടി നിൽക്കും, ചിലത് ഇതിലേതെങ്കിലും ഒരു സ്ലിറ്റിലൂടെ കടന്നു പോകും. ഏത് സ്ലിറ്റിലൂടെയാണ് ഫോട്ടോൺ കടന്നു പോയത് എന്ന് അതിന്റെ എൻടാങ്കിൾഡ് പെയറിനെ ഡിറ്റക്ടറിലൂടെ സെൻസ് ചെയ്യുന്നത് വഴി വളരെ വ്യക്തമായിട്ട് ശാസ്ത്രജ്ഞന്മാർ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് ഈ സ്ക്രീനിൽ പതിച്ചിട്ടുള്ള ഫോട്ടോൺസിന്റെ പൊസിഷൻസ് അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വീണ്ടും ഇന്റർഫറൻസ് പാറ്റേൺ ഇല്ല. ഇലക്ട്രോണിന്റെ കാര്യത്തിൽ സംഭവിച്ച പോലെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഫോട്ടോൺസ് പാർട്ടിക്കിൾ നേച്ചറിലാണ് ബിഹേവ് ചെയ്യുന്നത്, വേവ് നേച്ചർ കാണിക്കുന്നില്ല. എന്നാൽ ഇത്തവണ ഇലക്ട്രോണിന്റെ കാര്യത്തിൽ പറ്റിയ പോലെ ഡിറ്റക്ടർ ഈ സ്ക്രീനിൽ പോയി പതിക്കുന്ന ഫോട്ടോണിനെ ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ എൻടാങ്കിൾഡ് പെയറിനെ മാത്രമേ ഡിറ്റക്ടർ മെഷർ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് പോലും സ്ക്രീനിൽ നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നില്ല. ശാസ്ത്രജ്ഞന്മാര് നിരാശരായി. ക്വാണ്ടം മെക്കാനിക്സ് അവരെ വീണ്ടും തോൽപ്പിച്ചു. അവർക്ക് ക്വാണ്ടം മെക്കാനിക്സിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം. അപ്പോൾ ഒരു പുതിയ സൂത്രം കണ്ടുപിടിച്ചു. അവർ ഈ ഡിറ്റക്ടേഴ്സിനെ കുറെ കൂടി പിറകിലേക്ക് മാറ്റിവെച്ചു. എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻടാങ്കിൾഡ് ഫോട്ടോൺസിൽ ഒരെണ്ണം സ്ക്രീനിൽ പോയി പതിച്ചതിന് ശേഷമേ അതിന്റെ എൻടാങ്കിൾഡ് പെയർ ഡിറ്റക്ടറിൽ ചെന്ന് പതിക്കൂ. എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഒന്ന് നോക്ക്. എക്സ്പെരിമെന്റൽ സെറ്റപ്പ് നേരത്തെ തന്നെ ലൈറ്റ് ഫോട്ടോൺ സോഴ്സ്, തടസ്സം, 2 സ്ലിറ്റ്, ക്രിസ്റ്റല്, സ്ക്രീൻ. ഒറ്റ വ്യത്യാസമുള്ളത്, മുന്നേ ഡിറ്റക്ടേഴ്സ് ഇവിടെയായിരുന്നു ഇരുന്നിരുന്നത്. ഇപ്പൊ ആ ഡിറ്റക്ടേഴ്സിനെ പുറകിലോട്ട് മാറ്റി ഇവിടെയാക്കി ഡിറ്റക്ടേഴ്സ്. അപ്പോൾ ഇവിടെ നിന്ന് സ്ക്രീനിലേക്കുള്ള ദൂരത്തിനേക്കാൾ കൂടുതലാണ് ഇവിടെ നിന്ന് ഡിറ്റക്ടറിലേക്കുള്ള ദൂരം. അപ്പോൾ ഈ സ്ലിറ്റിലൂടെ കടന്ന് 2ആയി പിരിയുന്ന ഫോട്ടോൺസ് ഒരെണ്ണം ഈ എൻടാങ്കിൾഡ് പെയർ ഇതുവഴി വന്ന് ഈ സ്ക്രീനിൽ പതിച്ചതിന് ശേഷമേ ഇതിന്റെ മറ്റേ എൻടാങ്കിൾഡ് പെയർ ഇതുവഴി വന്ന് ഡിറ്റക്ടറിൽ പതിക്കൂ. കാരണം ഈ ദൂരം കൂടുതലാണ്, ഈ ദൂരം കുറവാണ്. അതുപോലെ തന്നെ ഈ സ്ലിറ്റിലും ഇതിൽ നിന്ന് പോകുന്ന ഫോട്ടോൺ എൻടാങ്കിൾഡ് പെയർ ഈ സ്ക്രീനിൽ നിന്ന് പതിച്ചതിന് ശേഷമേ അതിന്റെ മറ്റേ ട്വിൻ അല്ലെങ്കിൽ എൻടാങ്കിൾഡ് പെയർ ഈ ഡിറ്റക്ടറിൽ പതിക്കൂ. കാരണം സ്ക്രീൻ ഈ ക്രിസ്റ്റലിനോട് അടുത്താണ്, ഡിറ്റക്ടേഴ്സ് ക്രിസ്റ്റലിൽ നിന്നും ഒരുപാട് ദൂരെയാണ്. ഈ ഒരു പരീക്ഷണ സെറ്റപ്പിൽ സ്ക്രീനിൽ ചെന്ന് പതിക്കുന്ന ഫോട്ടോണിന് അതിന്റെ എൻടാങ്കിൾഡ് പെയർ ഡിറ്റക്ടറിൽ ചെന്ന് പതിച്ചു എന്ന് മനസ്സിലാക്കാൻ ഒരു വഴിയില്ല. കാരണം ഇത് സ്ക്രീനിൽ ചെന്ന് പതിച്ചതിന് ശേഷമാണ് അതിന്റെ എൻടാങ്കിൾഡ് പെയർ ഡിറ്റക്ടറിൽ ചെന്ന് പതിക്കുന്നത്. എന്നിട്ട് പോലും ഈ പരീക്ഷണത്തിൽ ഇന്റർഫറൻസ് പാറ്റേൺ അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ എങ്ങനെയോ സ്ക്രീനിൽ പതിച്ച ഫോട്ടോണിന് ഫ്യൂച്ചറിൽ അതിന്റെ എൻടാങ്കിൾഡ് പാർട്ടിക്കിൾ ഡിറ്റക്ടറിൽ ചെന്ന് പതിക്കുമെന്ന് അതിന് നേരത്തെ മനസ്സിലായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ട്വിൻ അല്ലെങ്കിൽ എൻടാങ്കിൾഡ് പെയർ ഡിറ്റക്ടറിൽ ചെന്ന് ഭാവിയിൽ പതിക്കുമെന്നുള്ള വിവരം ടൈമിൽ പിറകിലേക്ക് സഞ്ചരിച്ചിട്ട് ഈ സ്ക്രീനിൽ പതിക്കുന്ന ഫോട്ടോൺ എങ്ങനെയോ അറിഞ്ഞു, അല്ലെങ്കിൽ എന്തോ അതിനെ അറിയിച്ചു. ഡിറ്റക്ടറിൽ പതിച്ച ഫോട്ടോൺ താൻ ഡിറ്റക്ടറിൽ പതിച്ചു എന്ന് സമയത്തിൽ പുറകോട്ട് ചെന്നിട്ട് സ്ക്രീനിൽ പതിച്ച ഫോട്ടോണിനെ നേരത്തെ കൂട്ടി അറിയിച്ചു എന്ന് വേണം നമ്മൾ കരുതാൻ. എത്ര അവിശ്വസനീയമായ ഒരു കാര്യമാണ് ഈ സംഭവിച്ചതെന്ന് നോക്കണം. പക്ഷേ എക്സ്പെരിമെന്റ്സ് കാണിച്ചു തരുന്നത് അതാണ്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ടല്ല ഈ ഫോട്ടോൺസും ഇലക്ട്രോൺസും സ്വഭാവം മാറ്റുന്നത് എന്ന് ശാസ്ത്രജ്ഞന്മാർ വീണ്ടും തെളിയിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവർ തോൽക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർ ഡിലേഡ് ചോയ്സ് ക്വാണ്ടം ഇറേസർ എക്സ്പെരിമെന്റ് കൊണ്ടുവരുന്നത്. ഡിലേഡ് ചോയ്സ് ക്വാണ്ടം ഇറേസർ എക്സ്പെരിമെന്റ് ആദ്യമായിട്ട് ചെയ്തത് 1999-ലാണ്. ഇതിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ചില ഡീറ്റെയിൽസ് ഞാൻ അതിൽ ഒഴിവാക്കിക്കൊണ്ട് നന്നായിട്ട് ഞാൻ ഇത് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഇതാണ് ഡിലേഡ് ചോയ്സ് ക്വാണ്ടം ഇറേസർ എക്സ്പെരിമെന്റിന്റെ സെറ്റപ്പ്. ഇത് ലൈറ്റ് ഫോട്ടോൺ സോഴ്സ്, ഒന്നിന് പിറകെ ഒന്നായിട്ട് ഫോട്ടോൺസ് ഫയർ ചെയ്യുന്ന സോഴ്സ്, തടസ്സം, 2 സ്ലിറ്റ്, ഇത് സ്പ്ലിറ്റ് ചെയ്യുന്ന ക്രിസ്റ്റൽ. ഇവിടം വരെ നേരത്തെ എക്സ്പെരിമെന്റിൽ നിന്ന് വ്യത്യാസമൊന്നുമില്ല. ആദ്യത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു സെൻസറാണ്.
ഈ സ്ക്രീനിൽ എവിടെയാണ് ഫോട്ടോൺ പതിച്ചതെന്നുള്ള പൊസിഷനും എപ്പോഴാണ് പതിച്ചതെന്നുള്ള ടൈമും ഈ വയറ് വഴി ഈ ടൈമിംഗ് കമ്പ്യൂട്ടർ സർക്യൂട്ടിലേക്ക് പോകുന്നുണ്ട്, അതിൽ റെക്കോർഡ് ആവുന്നുണ്ട്. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്യുന്ന ഈ മിററാണ്. ഈ മിറർ പാർഷ്യലി സിൽവേർഡ് മിറർ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി സീ ത്രൂവും പകുതി റിഫ്ലക്റ്റിംഗുമായിട്ടുള്ള മിററാണിത്. അപ്പൊ ഇതുവഴി വരുന്ന വെളിച്ചം പകുതി ഇതുവഴി കടന്ന് ഇതിലോട്ടും പകുതി ഇതുവഴി കടന്ന് ഡിറ്റക്ടർ എയിലോട്ടും പോകും. നമ്മുടെ കേസിൽ പറയുകയാണെങ്കിൽ ഓരോരോ ഫോട്ടോൺസ് ആയിട്ട് വരുന്നത് കൊണ്ട് ഒരു 1000 ഫോർ എക്സാമ്പിൾ ഒരു 1000 ഫോട്ടോൺസ് ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് ഇതിലൂടെ വന്നാൽ അതിലൊരു 500 എണ്ണം പലപ്പോഴായി ഡിറ്റക്ടർ എയിലും വേറെ ഒരു 500 എണ്ണം പലപ്പോഴായി ഡിറ്റക്ടർ സിയിലേക്കുമാണ് പോവുക. അങ്ങനെ 50% പോളിഷിംഗ് ഉള്ള ഒരു മിററാണിത്. അതുപോലത്തെ മിറർ തന്നെയാണ് ഇതും. അപ്പൊ ഇതുവഴി വരുന്ന ഫോട്ടോൺ ഇവിടെ സ്പ്ലിറ്റ് ആയിട്ട് സ്ക്രീനിലോട്ട് പോകുമ്പോൾ അതിന്റെ എൻടാങ്കിൾഡ് ഫോട്ടോൺ ഇതുവഴി വന്നാൽ ഡിറ്റക്ടർ എയിലോട്ട് പോകാനും ഡിറ്റക്ടർ സിയിലോട്ട് പോകാനും ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ലിറ്റ് 2 വരുന്ന ഫോട്ടോൺ സ്പ്ലിറ്റ് ചെയ്ത് എൻടാങ്കിൾഡ് ഫോട്ടോൺ ഇങ്ങോട്ട് സ്ക്രീനിലോട്ട് പോകുമ്പോൾ മറ്റേ എൻടാങ്കിൾഡ് ഫോട്ടോൺ ഇതുവഴി വന്ന് ഡിറ്റക്ടർ ബിയിലേക്കോ ഡിറ്റക്ടർ സിയിലേക്കോ പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലിറ്റ് 1 വഴി കടന്നു വരുന്ന ഫോട്ടോൺ ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ആയിട്ട് ഒരു പെയർ സ്ക്രീനിലേക്കും ഒരു എൻടാങ്കിൾഡ് ഫോട്ടോൺ ഇതുവഴി വന്ന് ഈ മിററിലും തട്ടും. അപ്പൊ ഇതുവഴി വരുന്ന ഫോട്ടോണിൽ ചില സമയങ്ങളിൽ ആ ഫോട്ടോൺ ഡിറ്റക്ടർ എയിലേക്കും മറ്റു ചില സമയങ്ങളിൽ അത് ഡിറ്റക്ടർ സിയിലേക്കുമാണ് പോവുക. അങ്ങനെ ഡിറ്റക്ടർ എയിൽ ഈ ഫോട്ടോൺ പോയി പതിക്കുന്ന സമയം ഏതാണെന്ന് ഈ ടൈമിംഗ് സർക്യൂട്ട് കമ്പ്യൂട്ടറിൽ റെക്കോർഡറാണ്. അപ്പൊ ഡിറ്റക്ടർ എയിൽ ഫോട്ടോൺ പതിക്കുന്ന സമയങ്ങളിലെല്ലാം സ്ക്രീനിൽ എവിടെയാണ് ഫോട്ടോൺ പതിച്ചത് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് ഈ ടൈമിംഗ് കമ്പ്യൂട്ടറിൽ നിന്ന് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്ലിറ്റ് 2 വഴി കടന്ന് സ്പ്ലിറ്റ് ആയി സ്ക്രീനിലേക്കും ഒന്ന് പോവും, ഒന്ന് ഈ വഴിയും വരും. ഇതുവഴി വന്ന് ഈ മിററിൽ തട്ടുന്നതിൽ ചില സമയങ്ങളിൽ ഫോട്ടോൺ ഡിറ്റക്ടർ ബിയിലും ചില സമയങ്ങളിൽ മിറർ വഴി കടന്ന് ഡിറ്റക്ടർ സിയിലേക്കുമാണ് ഫോട്ടോൺ പോവുക. ഡിറ്റക്ടർ ബിയിൽ എപ്പോഴാണ് ഫോട്ടോൺ പതിച്ചത് എന്നുള്ള ഇൻഫർമേഷനും ആ സമയങ്ങളിൽ സ്ക്രീനിൽ എവിടെയാണ് ഫോട്ടോൺ പതിച്ചത് എന്നുള്ള ഇൻഫർമേഷനും ഈ ടൈമിംഗ് സർക്യൂട്ടിൽ റെക്കോർഡ് ആവുന്നതുകൊണ്ട് പിന്നീട് നമുക്ക് അത് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്ലിറ്റ് 1 വഴിയോ 2 വഴിയോ കടക്കുന്ന ഫോട്ടോൺസ് ചില സമയങ്ങളിൽ ഇതുവഴിയോ പാസ് ചെയ്ത് പോയിട്ട് ഡിറ്റക്ടർ സിയിൽ പതിക്കും. ഡിറ്റക്ടർ സിയിൽ പതിക്കുന്ന സമയം ഏതാണെന്നും ആ സമയത്തുള്ള ഫോട്ടോൺ സ്ക്രീനിൽ എവിടെയാ പതിച്ചെന്നുള്ള ഡാറ്റ ടൈമിംഗ് കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് പിന്നീട് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റക്ടർ എയിൽ ഒരു ഫോട്ടോൺ സെൻസ് ചെയ്താൽ അത് സ്ലിറ്റ് 1 വഴി വന്നതാണെന്ന ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ഡിറ്റക്ടർ ബിയിൽ ഒരു ഫോട്ടോൺ പതിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഫോട്ടോൺ കടന്നു വന്നത് സ്ലിറ്റ് 2 വഴിയാണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. എന്നാൽ ഡിറ്റക്ടർ സിയിൽ പതിച്ച ഫോട്ടോൺ അത് സ്ലിറ്റ് 1 വഴി വന്നതാണോ 2 വഴി വന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എപ്പോഴൊക്കെയോ 1 വഴി വന്നതും എപ്പോഴൊക്കെയോ 2 വഴി വന്നതുമായ ഫോട്ടോൺസ് എല്ലാം ഈ ഡിറ്റക്ടർ സി അല്ലെങ്കിൽ ഇറേസർ സർക്യൂട്ടിൽ പതിച്ചിട്ടുണ്ട്. ഈ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഒക്കെ റെഡിയായി അവർ ഓരോരോ ഫോട്ടോൺസ് ആയിട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് അവർ എൻഡ് റിസൾട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ എ ഡിറ്റക്ടറിലും ബി ഡിറ്റക്ടറിലും ഫോട്ടോൺസ് സെൻസ് ചെയ്ത സമയത്ത് അതിൻ്റെ എൻടാങ്കിൾഡ് ഫോട്ടോൺ സ്ക്രീനിൽ എവിടെയാണ് പതിച്ചത് എന്ന് അവർ പരിശോധിച്ച് നോക്കുമ്പോൾ അതൊരു ഇൻ്റർഫറൻസ് പാറ്റേണിലല്ല പതിച്ചിരിക്കുന്നത്, 2 സ്ട്രിപ്പായിട്ട് തന്നെയാണ് പതിച്ചിരിക്കുന്നത്. എന്നാൽ ഇറേസർ സർക്യൂട്ട് അല്ലെങ്കിൽ സി ഡിറ്റക്ടറിൽ ഫോട്ടോൺ പതിച്ചിരിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ എൻടാങ്കിൾഡ് ഫോട്ടോൺ സ്ക്രീനിൽ എവിടെയാണ് പതിച്ചിരിക്കുന്നത് അവർ പരിശോധിക്കുമ്പോൾ അതൊരു ഇൻ്റർഫറൻസ് പാറ്റേണിൽ തന്നെയാണ് പതിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻടാങ്കിൾഡ് പെയറിനെ ഡിറ്റക്ടേഴ്സ് ഡിറ്റക്ട് ചെയ്യുന്നു എന്നുള്ളതല്ല നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ നഷ്ടപ്പെടാൻ കാരണം. ഏത് സ്ലിറ്റ് വഴിയാണ് കടന്നുപോയതെന്നുള്ള ഇൻഫർമേഷൻ സി ഡിറ്റക്ടർ മിക്സപ്പ് ചെയ്യുന്നതുകൊണ്ട് ആ ഇൻഫർമേഷൻ സി ഡിറ്റക്ടറിൽ നിന്ന് നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ സി ഡിറ്റക്ടറിൽ ഫോട്ടോൺസ് പതിക്കുമ്പോഴെല്ലാം അതിൻ്റെ എൻടാങ്കിൾഡ് പെയർ സ്ക്രീനിൽ ചെന്ന് പതിക്കുന്നത് ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ ആയിട്ട് തന്നെയാണ്. ഏത് സ്ലിറ്റിലൂടെയാണ് ഫോട്ടോൺ കടന്നു പോയെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആകുമ്പോൾ മാത്രമാണ് ഇൻ്റർഫറൻസ് പാറ്റേൺ നഷ്ടമാകുന്നത്. ആ ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ സ്ക്രീനിൽ നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നു. ഈ ഒരു പരീക്ഷണത്തിലൂടെ 3 വിചിത്രമായ കാര്യങ്ങളാണ് തെളിയിക്കപ്പെട്ടത്. ഒന്ന്, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾസ് അതിൻ്റെ സ്വഭാവം മാറ്റുന്നത്. രണ്ടാമത്തെ വിചിത്രമായ കാര്യം, എൻടാങ്കിൾഡ് പെയറിനെ ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ കാലത്തിൽ പിറകിലോട്ട് സഞ്ചരിച്ച് സ്ക്രീനിൽ പതിച്ച ഫോട്ടോണിനെ നേരത്തെ കൂട്ടി എങ്ങനെ അറിയിച്ചു എന്നുള്ളത് വളരെ ആശ്ചര്യമുളവാക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ വിചിത്രമായ കാര്യം ഈ ക്വാണ്ടം എൻടാങ്കിൾമെന്റ് എന്ന് പറയുന്ന പ്രതിഭാസം തന്നെയാണ്. എന്ത് ശക്തിയാണ് ഇവർ തമ്മിൽ ആക്ട് ചെയ്യുന്നത്? കാലത്തിനും അതീതമായി സ്ഥാനത്തിനും അതീതമായി
എന്ത് തരത്തിലാണ് ഈ രണ്ട് ഫോട്ടോൺസ് എൻടാങ്കിൾഡ് പെയർസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്ത് റിലേഷനാണ് ഇങ്ങനെ നിലനിൽക്കുന്നത്, അത് ഇപ്പോഴും ഒരു ആശ്ചര്യം തന്നെയാണ്. ഈ ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റ് എന്ന് പറഞ്ഞ പ്രതിഭാസം കൊണ്ട് മാത്രമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞന് ക്വാണ്ടം മെക്കാനിക്സുമായി വിയോജിപ്പുണ്ടായത്. എന്നാൽ ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റ് യാഥാർത്ഥ്യമാണെന്നുള്ളത് ഈ പരീക്ഷണം വഴി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. ഇത്തരം വിചിത്രമായ കാര്യങ്ങളാണ് ക്വാണ്ടം മെക്കാനിക്സിന് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അവയിലെ സിദ്ധാന്തങ്ങളും എക്സ്പ്ലനേഷൻസും എത്ര വിചിത്രമായിരിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഭാവിയിലുള്ള വീഡിയോസിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ്സ് കോളത്തിലിടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കുക, അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.